ഇവിടെ ചിലർ വിചാരിച്ചു വാദപ്രതിവാദം എന്നുള്ളത് അവരൊക്കെ ഒരു കുത്തകയാണ്. അങ്ങനെയല്ല. വാദപ്രതിവാദം ബഹുമാനപ്പെട്ട ശൈഖ് നടത്തിയിട്ടുണ്ട്. മൂപ്പര് വാദപ്രതിവാദം നടത്തിയത് മാത്രമല്ല, മൂപ്പര് നടത്തുന്ന വാദപ്രതിവാദത്തിൻ്റെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് മൂപ്പര്. ആ നിലക്ക് വാദപ്രതിവാദം നടത്തി ഇവിടുത്തെ മുജാഹിദുകളെ മുട്ടുകുത്തിച്ച ആളാണ് ബഹുമാനപ്പെട്ട ശൈഖ് ശംസുല്ലമായ. ഏതെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള രാവും പകലും ഇവിടുത്തെ വിദഈ പ്രസ്ഥാനങ്ങൾക്കുള്ള ശക്തമായി ശബ്ദം ഉയർത്തി. അവരെ അടിച്ചമർത്തിയ ആൾ ആരാന്ന് ചോദിച്ചാൽ അതിൽ ഒമ്പന്തിയിൽ നിന്ന് പലരുടെ പ്രദേശപ്പെട്ടിട്ടെങ്കിലും അത് ശൈഖ് ശംസുൽ. അപ്പോൾ ആ നിലക്ക് ഒരു ഫത്വ മൂപ്പർ എഴുതിയാൽ അത് അതിൻ്റെ താഴെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എഴുതിയാൽ ആരും അതിനങ്ങനെ ചോദ്യം ചെയ്യാറില്ല. മൂപ്പര് അവിടെ ആ ഫത്വ അങ്ങനെ മൂപ്പര് ഫത്വ ചെയ്താൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആരും ചോദിക്കരുത്. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും പറയേണ്ടത് ഇവരെങ്ങാനും ഇമാം ഷാഫി ജീവിച്ച കാലഘട്ടത്തിലാണെങ്കിൽ ലക്കാന മുസ്തഖില്ലൻ ബി മദ്ഹബിൻ ക മദ്ഹബിഹി, അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാം തങ്ങളോ അല്ലെങ്കിൽ ഇമാം മാലിക് തങ്ങളോ അഹമ്മദ് ഇവരൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മൂപ്പരെ പോലത്തെ ഒരു മദ്ഹബ് തന്നെ മൂപ്പർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് മൂപ്പരുടെ ഇൽമിൻ്റെ ആയ അത്ര വലുതാണ്. ഇമാം ഷാഫി തങ്ങൾക്കുള്ളതായ മദ്ഹബിനെ, ആ മദ്ഹബിലുള്ളതായ ഓരോ വിഷയങ്ങളെയും വളരെ സലക്ഷ്യത്തോടുകൂടി മാത്രമല്ല യുക്തിപരമായി അതിനെ സ്ഥാപിക്കാൻ വളരെയധികം ശക്തമായ നിലക്കുള്ളതായ ഒരു അവതരണമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ള അവതരണം. അങ്ങനെ വേലൂരൊക്കെ മുദരിസായിരുന്ന കാലത്തും അവിടുന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ചു പോരാനുള്ള കാരണമൊക്കെ മദ്ഹബിനെ ഷാഫി മദ്ഹബിനെ ഇസ്ബാത്ത് ചെയ്തപ്പോൾ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിലുള്ള ചില വിഷയങ്ങളെ പറ്റി പറയുമ്പോൾ ചിലർക്കൊക്കെ ചില എന്തോ നിലക്കുള്ള അസൂയോ മറ്റതൊക്കെ തോന്നിയതാണ് പറയുന്നത്. അതങ്ങനെ തന്നെ വലിയവരോട് എപ്പോഴും അസൂയ ഉണ്ടാവും. ഷാഫി ഇമാം പറഞ്ഞില്ലേ തമന്ന ഉനാസുന മൂത്ത ഷാഫി ഇമാം മരിച്ചുപോയ തരക്കടില്ലേ എന്ന് പലരും വിചാരിച്ചു. കാരണം മൂപ്പരിവിടെ ഇങ്ങനെ ഉയർന്നു പോയാൽ പിന്നെ മറ്റുള്ളവർക്ക് ആർക്കും ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് പലരും വിചാരിച്ചു. അപ്പോൾ പലരും മൂപ്പർ മരിച്ചു പോട്ടെ, അത് അങ്ങനെ ഉണ്ടാവും. വലിയവർക്ക് അങ്ങനെ അസൂയ പലർക്കും ഉണ്ടാവും. അപ്പോൾ ആ നിലക്ക് ഓരോ വിഷയങ്ങളെ പറ്റി നമ്മൾ ചോദിച്ചാലും ആ വിഷയങ്ങളെ സംബന്ധിച്ച് എപ്പോൾ ചോദിച്ചാലും അതിന് മറുപടി പറയാൻ കഴിയണം. ആ മറുപടി ഒരു ആർക്കും തിരുത്താനോ ഗണ്ണിക്കാനോ അവകാശമില്ലാത്ത ശൈഖുന ശംസുൽമ കൊടുത്ത ഫത്വകൾ, ശൈഖുന ശംസുൽമയുടെ മറുപടി ഒന്നും ആർക്കും ഇതുവരെ തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തിരുത്തേണ്ട ആവശ്യമില്ല.